പുതിയൊരു വൈറസ് ഇവിടെ കേരളത്തിലെത്തിയിരിക്കുന്നു. ഷിഗല്ല. എന്താണ് ഷിഗല്ല? നമസ്കാരം, ഞാൻ ഡോക്ടർ അഞ്ജന, പീഡിയാട്രീഷ്യനാണ്. ഇപ്പോൾ ഷിഗല്ല എന്നൊരു ബാക്ടീരിയ മൂലമുള്ള ഒരു വയറിളക്ക രോഗം കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ എന്താണ് ഷിഗല്ല, അതിൻ്റെ രോഗലക്ഷണങ്ങൾ എന്താണ്, അതിനെ പ്രതിരോധിക്കാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം, ഈ വിവരങ്ങൾ നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടത് വളരെ പ്രധാനമാണ്. ആദ്യമായി, എന്താണ് ഷിഗല്ല, രോഗലക്ഷണങ്ങൾ എന്താണ്, ഇതെങ്ങനെയാണ് പകരുന്നത്? ഷിഗല്ല ഒരു ബാക്ടീരിയയാണ്. അത് ഒരു വയറിളക്ക രോഗമാണ് ഉണ്ടാക്കുന്നത്. വയറ്റിലുണ്ടാക്കുന്ന ഈ രോഗത്തിനെ നമുക്ക് ഷിഗല്ലോസിസ് എന്ന് വിളിക്കാം. ഈ രോഗം പകരുന്നത് വായുവിൽ കൂടെയോ ശ്വാസത്തിൽ കൂടെയോ അല്ല. രോഗമുള്ള ആളുടെ മലവുമായിട്ട് വരുന്ന കോണ്ടാക്ട്, മലിനമായ ഭക്ഷണം, വെള്ളം എന്നിവയിൽ കൂടെയാണ് ഇത് പകരുന്നത്. ഇതിന്റെ ലക്ഷണങ്ങൾ, ഒന്നാമത്തേത് വയറിളക്കമാണ്. പക്ഷെ എല്ലാ വയറിളക്കങ്ങളും ഷിഗല്ലയല്ല. വേറെ ഒരുപാട് വൈറസുകളും ബാക്ടീരിയകളും വയറിളക്കം ഉണ്ടാക്കാം. എന്നാൽ ഷിഗല്ലയുടെ പ്രത്യേകത എന്താണ്? ഷിഗല്ലയിലെ വയറിളക്കത്തില് കൂടെ രക്തത്തിന്റെ അംശം കാണാം. പലപ്പോഴും ചിലപ്പോഴൊക്കെ കഫവും കാണാം. മറ്റു ലക്ഷണങ്ങൾ കഠിനമായ വയറുവേദന, വിശപ്പില്ലായ്മ, പനിയോട് കൂടെയുള്ള വിറയൽ, ഇതൊക്കെയാണ്. അപ്പം ഈ ലക്ഷണങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഷിഗല്ലയാണെന്ന് സംശയിക്കാം. നമ്മൾ വൈദ്യസഹായം തേടേണ്ടതാണ്. ഇത് ഏത് പ്രായത്തിലുള്ള ആളുകളിലും ഈ രോഗം കാണാം. പക്ഷെ കൂടുതലായിട്ടും കുട്ടികളിലാണ് കാണുക. ഈ വയറിളക്കത്തെയും വിശപ്പില്ലായ്മയും തുടർന്നുള്ള ഭക്ഷണം കുറവായിരിക്കുമല്ലോ കഴിക്കുന്നത്. ഇതിനെയെല്ലാം തുടർന്നുള്ള നിർജ്ജലീകരണം, അതായത് ഡീഹൈഡ്രേഷൻ ആണ് ഒരു കോംപ്ലിക്കേഷൻ. മറ്റൊന്ന്, നമ്മളുടെ വയറിളക്കത്തിലൂടെ നമ്മുടെ ശരീരത്തിൽ നിന്നും ലവണങ്ങൾ നഷ്ടപ്പെടുന്നു. അതായത് ബ്ലഡിലെ സോഡിയവും പൊട്ടാസ്യവും മുതലായിട്ടുള്ള ലവണങ്ങൾ നഷ്ടപ്പെടുന്നത് മൂലമുള്ള കോംപ്ലിക്കേഷൻസും ഉണ്ടാവാം. അപ്പം ഇത് രണ്ടുമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കുട്ടികളിലെ ഡീഹൈഡ്രേഷന്റെ ലക്ഷണങ്ങൾ എന്താണെന്നും കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം. അമിതമായിട്ട്, അതായത് സാധാരണയിൽ കൂടുതലായിട്ടുള്ള ഉറക്കം, ക്ഷീണം, ഭക്ഷണവും വെള്ളവും നിരസിക്കുന്നു, അല്ലെങ്കിൽ അമിതമായിട്ടുള്ള ദാഹം, ചുണ്ടും നാക്കും വായുടെ ഉൾവശവും നല്ല ഉണങ്ങിയിരിക്കുന്നു, കണ്ണു കുഴിയുന്നു, കരയുമ്പോൾ കണ്ണുനീരില്ല, മൂത്രത്തിന്റെ അളവ് കുറവ്, ഇതൊക്കെയാണ് കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന ഡീഹൈഡ്രേഷന്റെ സിംറ്റംസ്. അപ്പോൾ ഇതെല്ലാം ഉണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. നമ്മൾ ഡീഹൈഡ്രേഷനെതിരായിട്ട് നമ്മളുടെ കയ്യിലുള്ള ഏറ്റവും നല്ല ആയുധമാണ് ORS. ഓരോ പ്രാവശ്യവും വയറിളകുമ്പോൾ കുട്ടിക്ക് ചെറിയ അളവിലുള്ള ORS കൊടുക്കാം. ORS ലൈനിങ് എങ്ങനെ വീട്ടിൽ ഉണ്ടാക്കാം? മാർക്കറ്റിൽ നിന്ന് ലഭ്യമായിട്ടുള്ള WHO റെക്കമെൻഡഡ് ORS സോൾട്ട് പാക്കറ്റായിട്ട് കിട്ടുന്ന പൊടിയാണ്. അത് വാങ്ങുക. അതിൽ ഒരു പാക്കറ്റ് തിളപ്പിച്ചാറ്റിയ 1 ലിറ്റർ വെള്ളത്തിൽ കലക്കുക. ഇങ്ങനെ ഉണ്ടാക്കുന്ന ഈ ലായനി 24 മണിക്കൂർ നമുക്ക് വെച്ചിരുന്ന് ഉപയോഗിക്കാവുന്നതാണ്. 24 മണിക്കൂറിന് ശേഷം ഇത് ഡിസ്കാർഡ് ചെയ്യുകയും ഉപേക്ഷിക്കുകയും പുതിയ ലായനി നിർമ്മിക്കുകയും ചെയ്യണം. മാർക്കറ്റിൽ നിന്നും ഇത് വാങ്ങുമ്പോഴുള്ള നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ORS പോലെ ഇരിക്കുന്ന ലേബലുള്ള ഒരുപാട് വേറെ പ്രോഡക്ട്സ് അവൈലബിൾ ആണ്. അതിലൊക്കെ ഷുഗർ കണ്ടന്റ്, പഞ്ചസാരയുടെ അളവ് കൂടുതലാണ്. അപ്പോൾ അത് അങ്ങനെയുള്ള പ്രോഡക്ട്സ് ഉപയോഗിക്കുമ്പോൾ ഗുണത്തേക്കാൾ ഏറെ ദോഷം ആണ് ചെയ്യുക. അപ്പോൾ WHO റെക്കമെൻഡഡ് ഫോർമുല തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് ഉറപ്പുവരുത്തുക. അത് അതിന്റെ ലേബലിൽ ഉണ്ടാവും. ചില കാറ്റഗറി ആളുകളിൽ ഈ രോഗം മൂർച്ഛിക്കാനും മറ്റു കോംപ്ലിക്കേഷൻസ് വരാനുമുള്ള സാധ്യത കൂടുതലാണ്. അവരെ നമുക്ക് ഹൈ റിസ്ക് ഗ്രൂപ്പ് എന്ന് വിളിക്കാം. ആരൊക്കെയാണിവർ? 5 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾ, ചെറിയ മുലയൂട്ടാത്ത കുട്ടികൾ, വൃദ്ധർ, മറ്റു കാരണങ്ങൾ കൊണ്ട് രോഗപ്രതിരോധ ശേഷി കുറഞ്ഞിട്ടുള്ളവർ, പോഷകാഹാരക്കുറവുള്ള കുട്ടികൾ. ഇവരിലൊക്കെ ഈ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഏറ്റവും പെട്ടെന്ന് വൈദ്യസഹായം തേടേണ്ടതാണ്. ഇവരിൽ രോഗം പെട്ടെന്ന് മൂർച്ഛിച്ചിരിക്കാം. അവസാനമായി ഒന്ന് പറയട്ടെ, ഷിഗല്ല ഫലപ്രദമായ ചികിത്സയുള്ള ഒരു അസുഖമാണ്. എന്നാലും നമ്മൾ ഈ ലക്ഷണങ്ങളൊന്നും അവഗണിച്ചുകൂടാ. കുറച്ച് കേസസിലെങ്കിലും രോഗം മൂർച്ഛിക്കാം. നമുക്ക് എല്ലാവർക്കും ഇത് തടുക്കാനായി കൈ കഴുകിയതിന് ശേഷം മാത്രം ഭക്ഷണം കഴിക്കുക. ടോയ്ലറ്റ് ഉപയോഗിച്ചതിന് ശേഷം സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈ കഴുകുക. കുട്ടികളെ ടോയ്ലറ്റ് ഉപയോഗിക്കാൻ സഹായിച്ചതിന് ശേഷം അവരുടെ കൈയും സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈ കഴുകി കൊടുക്കാം. നമുക്കും കൈ കഴുകാം. കഴുകിയ ഫ്രൂട്ട്സും വെജിറ്റബിൾസും മാത്രം ഉപയോഗിക്കുക. രോഗലക്ഷണമുള്ളവർ ഭക്ഷണം ഹാൻഡിൽ ചെയ്യുന്നത് ഒഴിവാക്കുക. ഇങ്ങനെയുള്ള ചെറിയ സ്റ്റെപ്സ് വഴി നമുക്ക് ഈ രോഗം പടരുന്നത്
തടയാനാവും. നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഈ രോഗത്തെ പ്രതിരോധിക്കാം. എല്ലാവർക്കും ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. നന്ദി.